അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 3/10/2025 യാ ബുനയ്യ അഖിമിസ്സലാ എന്ന ശീർഷകത്തിൽ നിസ്കാരത്തിൻ്റെ മഹത്വം പറഞ്ഞുകൊണ്ടാണ് UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുതുബ. റബ്ബിന് നാം നിർവഹിക്കുന്ന ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മുടെ മേലിൽ റബ്ബ് നിർബന്ധമാക്കിയതിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയത്, വിശുദ്ധ ഖുർആനിൽ 70ഓളം സ്ഥലങ്ങളിൽ നിസ്കാരത്തെ പരാമർശിക്കുന്നുണ്ട്. റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ള നിർബന്ധമായ വ്യക്തമായ കൽപ്പന, വ അഖീമുസ്സലാ, നിങ്ങൾ നിസ്കാരത്തെ നിലനിർത്തുവീൻ. കഴിഞ്ഞുപോയ നബിമാർ നിസ്കാരം കൃത്യതയോടുകൂടി നിർവഹിച്ചിരുന്നു. അവർ അവരുടെ സന്താനങ്ങൾക്ക് കൂടി ആ നിസ്കാരം നിർവഹിക്കുന്നവരാകാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിച്ചിരുന്നു. ഇത് ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. അവരുടെ പ്രാർത്ഥന, റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയത്തി, അള്ളാഹുവെ, എന്നെ നീ നിസ്കാരം നിലനിർത്തുന്നവരിൽ പെടുത്തണമേ, എൻ്റെ സന്താനങ്ങളെയും. സയ്യിദുന ഇസ്മായിൽ അലൈഹിസ്സലാം കാന യഅ്മുറു അഹ്ലഹു ബിസ്സലാ, അവരുടെ കുടുംബത്തോട് അവർ നിസ്കാരം കൊണ്ട് കൽപ്പിക്കാറുണ്ടായിരുന്നു. മഹാനുഭാവനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു അവരുടെ മകന് കൊടുത്ത വസിയത്തുകളിൽ പ്രധാനപ്പെട്ട ഒരു വസിയത്ത്, യാ ബുനയ്യ അഖിമിസ്സലാ, ഓ കുഞ്ഞുമോനെ, നീ നിസ്കാരം കൃത്യമായി നിർവഹിക്കണം കേട്ടോ എന്ന്. റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ള കൽപ്പന, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 7 ആകാശത്തിൽ നിന്ന് റബ്ബിൻ്റെ ഓർഡർ, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹ, താങ്കളുടെ കുടുംബത്തോട് താങ്കൾ നിസ്കാരം കൊണ്ട് കൽപ്പിക്കുക, ക്ഷമാപൂർവം ആ നിസ്കാരത്തിൻ്റെ മേലിൽ ഉറച്ചു നിൽക്കുക. റബ്ബിൻ്റെ കൽപ്പന ശിരസാ വഹിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ നിസ്കാരം കൃത്യതയോടുകൂടെ നിർവഹിച്ചു. എന്തിനധികം അവിടുത്തെ അവസാനത്തെ ഉപദേശം, മിസ്കുൽ ഖിതാം, അസ്വലാ, നിങ്ങൾ നിസ്കാരം ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. ജീവിതത്തിൽ അവസാന നിമിഷങ്ങളിൽ ആവർത്തിച്ച് നമ്മളോട് നിസ്കാരത്തിൻ്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുകയാണ്. നിസ്കാരം അത്ര ഏറെ പ്രധാനപ്പെട്ടതായിരുന്നു നബിമാർക്കും കഴിഞ്ഞുപോയ മഹാന്മാർക്കുമൊക്കെ. മക്കളോട് അത് പ്രത്യേകം വസിയത്ത് ചെയ്തിരുന്നു. നാം നമ്മുടെ മക്കളോട് നിസ്കാരത്തെപ്പറ്റി ഓർമ്മപ്പെടുത്തേണ്ടതില്ലേ? അവർ റബ്ബിൻ്റെ മുമ്പിൽ നിസ്കരിക്കുന്നത് കാണാൻ നമുക്ക് എന്തൊരു സന്തോഷമാണ്. റബ്ബിനോട് അവർ നിസ്കാരത്തിലൂടെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. റബ്ബിനോടവർ മുനാജാത്ത് ചെയ്യുകയാണ്. റുക്കൂഅ്, സുജൂദ് ഒക്കെ ഭക്ത്യാദരപൂർവ്വം അവർ നിർവഹിക്കുകയാണ്. ഏതൊരു രക്ഷിതാവിനും കണ്ണിന് കുളിർമയ നൽകുന്നതാണ് ആ കാഴ്ച. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക്, നമ്മുടെ സന്താനങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ മക്കളും നിസ്കാരത്തെ പ്രിയം വെക്കുന്നവരാകണം. നിസ്കാരത്തിൻ്റെ മാധുര്യം, റബ്ബിൻ്റെ മുമ്പിൽ വിനയാന്വിതരായി നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ആനന്ദം അവരും അനുഭവിച്ചറിയണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനത്തിൻ്റെ ആ ഉൾപ്പൊരുൾ, വജുഇലത്ത് ഖുർറത്തു ഐനി ഫിസ്സലാ, എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കൽ ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ്. അത് നമ്മുടെ മക്കൾക്കും അനുഭവിക്കാൻ സാധിക്കണം. നിസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ബാഹ്യപ്രകടനങ്ങൾ മാത്രമല്ല, ഉയർച്ച താഴ്ച, അത് കുനിയലും നിവരലും അതല്ല യഥാർത്ഥത്തിൽ നിസ്കാരം. റബ്ബുമായിട്ടുള്ള നമ്മുടെ ബന്ധം, റബ്ബുമായിട്ടുള്ള നമ്മുടെ കണക്ഷൻ, ആ നിസ്കാരം നിർവഹിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന സന്തോഷവും സമാധാനവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മുഅദ്ദിനായിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് നിസ്കാര സമയം അടുത്താൽ പറയാറുണ്ട്, യാ ബിലാൽ അഖിമിസ്സലാ അരിഹ്നാ ബിഹാ, ഓ ബിലാൽ,
നീ നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്തേ, ആ നിസ്കാരം കൊണ്ട് നീ ഞങ്ങളെ ഒന്ന് സന്തോഷിപ്പിച്ചേ എന്ന്. നമ്മുടെ ആത്മാവിന് വല്ലാത്ത സന്തോഷം ലഭിക്കുന്ന നിസ്കാരം നമ്മൾ ശ്രദ്ധയോടുകൂടെ നിർവഹിക്കണം. നമ്മുടെ മക്കൾ മസ്ജിദുമായി എപ്പോഴും ബന്ധപ്പെടുന്നവരാകണം. അവർക്ക് ഭാവിയെപ്പറ്റി ചിന്ത ഉള്ളവരാകണം. അവർക്ക് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അവരെ പ്രാപ്തരാക്കണം. കാര്യങ്ങൾ ഒന്നും വീഴ്ച വരുത്താതെ സമയബന്ധിതമായി നിർവഹിക്കേണ്ടതാണ് എന്ന് നിസ്കാരം അവരെ പഠിപ്പിച്ചു കൊടുക്കും. കാരണം നിസ്കാരത്തിൽ സമയത്തിൻ്റെ കൃത്യനിഷ്ഠ വളരെ പ്രധാനപ്പെട്ടതാണ്. അള്ളാഹു പറഞ്ഞല്ലോ, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത, നിശ്ചയം നിസ്കാരം സത്യവിശ്വാസികളുടെ മേലിൽ സമയബന്ധിതമായി നിർബന്ധമാക്കപ്പെട്ടതാണ് എന്ന്. നമ്മുടെ മക്കൾ നിസ്കാരവുമായി ബന്ധപ്പെടുമ്പോൾ അവരുടെ മനസ്സിന് സന്തോഷം ലഭിക്കും. അവർക്ക് പുതിയ ഉണർവും ഉന്മേഷവും ഉണ്ടാകും. ജോലികൾ അത് നിർവഹിക്കേണ്ട സമയത്ത് നിർവഹിക്കണം, അത് പിന്തിപ്പിക്കരുത് എന്ന് നിസ്കാരം അവരെ പഠിപ്പിക്കും. അത് സമൂഹത്തിലും പ്രകടമായി കാണും. അവർ ആ നിസ്കാരത്തിന് അണിയൊപ്പിച്ച് ഒരേ വരിയിൽ നിൽക്കുമ്പോൾ അവർ ഏകോദര സഹോദരന്മാരാണ്, നന്മയിൽ പരസ്പരം കൈകോർത്ത് നിൽക്കേണ്ടവരാണ് എന്ന ആ ചിന്ത അവരുടെ മനസ്സിൽ ഉണ്ടാകും. നിസ്കാരം എല്ലാ വിജയങ്ങളുടെയും താക്കോലാണ്. ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരുവീൻ എന്ന് കേൾക്കുമ്പോൾ അവർ ധൃതിയിൽ അതിലേക്ക് പുറപ്പെട്ടു പോകും. അള്ളാഹു പറഞ്ഞല്ലോ, ഹാഫിദു അലസ്സലവാത്ത്, നിങ്ങൾ നിസ്കാരം ശ്രദ്ധിക്കണം, അതിൽ നിങ്ങൾ വീഴ്ച വരുത്തരുത് എന്ന്. നിസ്കാരം നമ്മുടെ വിദ്യാർത്ഥികൾ അവർ അവരുടെ കലാലയങ്ങളിൽ വെച്ച് നിർവഹിക്കേണ്ടതുണ്ട്. അവർക്ക് ആ നിസ്കാരം നിർവഹിക്കുമ്പോൾ കയ്യും മുഖവും ഒക്കെ കഴുകി അംഗശുദ്ധി വരുത്തുമ്പോൾ അവർക്ക് സ്വമേധയാ ഒരു ഉണർവും ഉന്മേഷവും ലഭിക്കും. അവരുടെ ബുദ്ധി വികസിക്കും. അവർ വിജയികളായിത്തീരുകയും ചെയ്യും. അള്ളാഹു പറഞ്ഞല്ലോ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നിശ്ചയം സത്യവിശ്വാസികൾ വിജയികളായി. ആരാണവർ? നിസ്കാരത്തിൽ ഭയഭക്തി സൂക്ഷിക്കുന്നവർ. നമ്മുടെ UAE മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ നിസ്കാര സമയത്ത് അത് നിർവഹിക്കാനുള്ള സൗകര്യം അവരുടെ ക്യാമ്പസുകളിൽ തയ്യാർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അധ്യാപകന്മാർ അവരെ അതിൽ പ്രത്യേകം പ്രേരിപ്പിക്കുകയും അവർക്കതിന് താല്പര്യം ഉണ്ടാക്കി എടുക്കുകയും ചെയ്യണം. അവർക്ക് നിസ്കാരത്തിൻ്റെ രൂപങ്ങൾ, വിശിഷ്യ അംഗശുദ്ധി വരുത്തുന്നത്, ഭക്തിയോടുകൂടെ ഖുശൂഓടുകൂടെ എങ്ങനെ നിസ്കരിക്കാം എന്ന പാഠങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അവരുടെ ഇഹപര വിജയത്തിന് അത് കാരണമാകുമെന്ന് അവർക്ക് നാം അറിയിച്ചു കൊടുക്കണം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇന്ന അഹമ്മ അംരിക്കും ഇൻദി അസ്വലാ, നിങ്ങളുടെ കാര്യങ്ങളിൽ എൻ്റെ അടുക്കൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിസ്കാരമാണ്. മൻ ഹഫിളഹ വ ഹാഫള അലൈഹ ഹഫിള ദീന, ആരൊരാൾ അത് നിർവഹിച്ചോ, അത് കൃത്യതയോടുകൂടെ പാലിച്ചു പോരുന്നുവോ, അവൻ അവൻ്റെ ദീനിനെ സംരക്ഷിച്ചവനായി. വമൻ ലയ്യഅഹ ഫഹുവ ലിമാ സിവാഹ അളിയ, നിസ്കാരം അവൻ പാഴാക്കിക്കളഞ്ഞാലോ മറ്റുള്ളതെല്ലാം അവന് പാഴാക്കിക്കളയുന്നതിൽ ഒരു മടിയും ഉണ്ടാകുകയില്ല. നിസ്കാരത്തിൻ്റെ സ്ഥാനം, അതിൽ നമുക്ക് ലഭിക്കുന്ന ഗുണം, അതൊക്കെ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. നിസ്കാരത്തിൽ അവർക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, ഭരണകർത്താക്കൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനുള്ള നല്ല അവസരം കൂടിയാണ് എന്ന് നാം നമ്മുടെ മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. അള്ളാഹു നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കുന്നവരിൽ നമ്മളെ അവൻ ചേർക്കുമാറാവട്ടെ. ഈ രാജ്യത്തും മറ്റു രാജ്യങ്ങളിലും സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്തട്ടെ. ഭരണകർത്താക്കൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.